തുടർച്ചയായി പരിക്കിന്റെ പിടിയിലായ നെയ്മർ ജൂനിയറുമായുള്ള കരാർ സൗദി ക്ലബ് അൽ ഹിലാൽ റദ്ദാക്കിയിരിക്കുകയാണ്. ഇതോടെ നെയ്മർ താൽക്കാലിക കരാറിൽ തന്റെ ബാല്യകാല ക്ലബ്ബായ സാന്റോസിൽ മടങ്ങിയെത്തി. ഇതിനിടെ നെയ്മർ ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ബാഴ്സലോണ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോയാണ് ബാഴ്സലോണയിലേക്കുള്ള നെയ്മറിന്റെ തിരിച്ചുവരവിന്റെ സാധ്യതകളെക്കുറിച്ച് സൂചനകൾ നൽകിയത്. നെയ്മറും മെസ്സിയും സുവാരസും ബാഴ്സലോണയ്ക്കായി ഒന്നിച്ചു കളിച്ചത് ടീമിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. എന്നാൽ നെയ്മറിന് ബാഴ്സലോണയിലേക്ക് തിരിച്ചുവരവ് എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്. എങ്കിലും നെയ്മറിന് ബാഴ്സലോണയിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോഴും ചെറിയ സാധ്യതകളുണ്ട്. സൗദി അറേബ്യയിലേക്ക് കൂടുമാറിയതോടെ നെയ്മറിന്റെ പ്രതിഫലം വളരെയധികം ഉയർന്നിട്ടുണ്ടായിരുന്നു. നെയ്മർ വളരെ ചെലവേറിയ താരമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നല്ല കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു നെയ്മർ. ഇപ്പോഴും നെയ്മർ വലിയ പ്രതിഭയുള്ള താരമാണ്. ലോകത്തിലെ ഏത് ക്ലബ്ബും അവനെ ടീമിലെത്തിക്കാൻ ഇപ്പോഴും തയ്യാറാവും. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം അവൻ എത്ര നാൾ തുടർച്ചയായി കളിക്കാൻ സാധിക്കുമെന്നതാണെന്നും ഡെക്കോ പറഞ്ഞു. തുടർച്ചയായി പരിക്ക് വേട്ടയാടുന്ന താരമാണ് നെയ്മർ. കഴിഞ്ഞ കുറച്ച് വർഷത്തെ കണക്ക് നോക്കുമ്പോൾ നെയ്മർ കളിച്ചതിലും കൂടുതൽ സമയം പരിക്കേറ്റ് പുറത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ 1.5 വർഷത്തോളം പരിക്കിനെ തുടർന്ന് നെയ്മറിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.